പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം കുവൈത്തിലെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പാസഞ്ചർ ടെർമിനലിൽ അതിശക്തമായ ആക്രമണമുണ്ടായി. ഈ ആക്രമണത്തിന്റെ വീഡിയോ, ഈ സ്ഫോടനത്തിന്റെ വീഡിയോ വ്യത്യസ്ത തലങ്ങളിൽ നിന്നും പിടിച്ച അവിടെ തന്നെയുള്ള നിരീക്ഷണ ക്യാമറകളിൽ പകർത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ആരാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദി? ഇറാനാണോ ആക്രമിച്ചത്? ഡ്രോൺ ആക്രമണമാണോ? അതല്ല ഇതൊരു മിസൈൽ ആക്രമണമാണോ? ഇതെല്ലാം വലിയ ചർച്ചയായിരിക്കുകയാണ്. കാരണം ഇറാൻ പറയുന്നത് ഒരിക്കലും സാധാരണക്കാരെ ആക്രമിക്കുന്ന ഒരു രീതി ഞങ്ങളുടേതല്ല, അങ്ങനെ ഞങ്ങളൊരു ആക്രമണം നടത്തിയിട്ടില്ല. അതേസമയം ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അമേരിക്കക്കുള്ളതാണ്. അമേരിക്കയുടെ പാട്രിയറ്റ് സംവിധാനങ്ങളുടെ പിഴവാണ് ഈ ഒരു ടെർമിനലിൽ സ്ഫോടനമുണ്ടാകാനുള്ള കാരണം. ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ തകർക്കാൻ വേണ്ടി അമേരിക്ക പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ചു. പക്ഷേ അത് ഞങ്ങളുടെ ആക്രമണത്തെ തടുക്കാൻ കഴിയാതെ ലക്ഷ്യം തെറ്റി ഈ മിസൈലാണ് യഥാർത്ഥത്തിൽ ടെർമിനൽ 1-ൽ പതിച്ചത് എന്നാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതേസമയം അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വരികയാണ് എന്നും ഇറാൻ പറയുന്നു. അങ്ങനെ സിവിലിയന്മാർക്ക് നേരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാധാരണക്കാർ ഉപയോഗിക്കുന്ന എയർപോർട്ടുകൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തുകയില്ല, അങ്ങനെയുള്ള ഒരു ലക്ഷ്യങ്ങളും ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല. അതേസമയം ഇത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമാകാനാണ് വഴിയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മൈക്ക് റൂബിയോ പറഞ്ഞത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ യുദ്ധത്തിൽ സഹായം നൽകിയ ഗൾഫ് രാഷ്ട്രങ്ങൾ, 2 രാഷ്ട്രങ്ങളുടെ പേരുകൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒന്നാമത്തേത് ഇമാറാത്ത് UAE ആണ്, രണ്ടാമത്തേത് കുവൈത്ത് ആണ് എന്നാണ്. കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഇറാനെ ലക്ഷ്യം വെക്കാൻ അല്ലെങ്കിൽ പേർഷ്യൻ കടലിൽ ആക്രമണം നടത്തുക, അല്ലെങ്കിൽ ഇറാനിൽ തന്നെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കുവാൻ ഏറ്റവും തന്ത്രപ്രധാനമായ ഭാഗങ്ങളാണ് കുവൈത്തും അതേപോലെ തന്നെ UAEയും. ഈ 2 രാഷ്ട്രങ്ങളെയും ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിച്ച രാഷ്ട്രവും UAE ആണ്, അതുപോലെ തന്നെ കുവൈത്തുമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായിരുന്നാലും ഇപ്പോൾ കുവൈത്തിലെ ഈ പാസഞ്ചർ ടെർമിനൽ 1-ൽ സംഭവിച്ച ഈ ആക്രമണത്തിന് ഉത്തരവാദിയാണ് എന്ന കാര്യത്തിൽ അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ ഇപ്പോൾ തർക്കത്തിലായിരിക്കുകയാണ്.